പാസ്റ്റർ, ദൈവമക്കൾ എല്ലാവരോടും ഒത്ത് ഈ ദിവസങ്ങളിലൂടെ ആരും ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തുതിക്കുന്നു. And thank you for the invitation. ഇവിടെ പാസ്റ്റർ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനാനുഭവം ചിന്തിക്കാം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത്, തീരുമാനിച്ചിരിക്കുന്നത്. മലയാളി ദിവസരെ സംബന്ധിച്ചിടത്തോളം അന്ത്യകാല കാര്യങ്ങൾ, വെളിപ്പാട് പുസ്തകം, ഇതൊക്കെ എല്ലാ കാലത്തും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഒരു കാലത്ത് അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുമായിരുന്നു. എന്നാലും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ വളരെ പുസ്തകങ്ങളിൽ വളരെ കുറവാണ്. നമ്മളും ബാക്കി എല്ലാവരുടെയും പ്രസംഗ രീതിയൊക്കെ സ്വീകരിച്ച് ഇക്കാലത്തെക്കുറിച്ചുള്ള ചിന്തയിൽ കൂടുതൽ ജീവിക്കുന്ന ഒരു കാലമാണ്. എന്നാലും നമുക്ക് ഒരാഴ്ച സമയം ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഈ വചനത്തെക്കുറിച്ച് അല്പം ഒന്ന് പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം, വെളിപ്പാട് പുസ്തകം പഠിച്ചിട്ടുള്ളവരാവാം. നിങ്ങൾ പലരും ബന്ധുക്കുറിച്ച് പഴയ ആളുകളായിരിക്കാം. അതുകൊണ്ട് എല്ലാം ഒരുപക്ഷെ പുതിയ കാര്യമായിരിക്കില്ല. എന്നാൽ let us look into the word of God. ഞാൻ നേരിട്ട് ഈ പുസ്തകത്തിലേക്ക് പോകുന്ന ഒരു രീതിക്കാരാണ് മറ്റു മുഖവരകളൊന്നും പറയാൻ. കാരണം ഈ പുസ്തകത്തിന് വേണ്ട മുഖവരയെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. പുറത്തോട്ടൊന്നും പോകേണ്ട ആവശ്യം പൊതുവെ ഇല്ല. അതുകൊണ്ട് പുസ്തകം വായിച്ച് തന്നെ നമുക്കൊന്ന് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായം, the first chapter of the book of Revelation. And first of all, chapter 1. അതിൻ്റെ പൊതുവെ ഒരു 10-ാം വാക്യം വരെ അതിൻ്റെ ഒരു മുഖവുരയാണ്. It's an introduction, the first 10 verses. And to begin with, let us look into the first 3 verses of the book. അവിടെ വായിക്കുന്ന പ്രയോഗങ്ങൾ, അതേ വായിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് എന്നാണ്. The revelation of Jesus Christ. വാസ്തവത്തിൽ ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ അതാണ്. യോഹന്നാനുണ്ടായ വെളിപ്പാട് മുകളിൽ എഴുതിയിരിക്കുന്നെങ്കിലും പണ്ഡിതന്മാർ കൊടുത്ത ഒരു ടൈറ്റിലാണ്. എന്നാൽ ഈ പുസ്തകത്തിന് ദൈവം തന്നെ കൊടുത്തിരിക്കുന്ന ആ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് എന്നാണ്. വെളിപ്പാട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അറിയാൻ കഴിയാത്ത കാര്യങ്ങളെ ചിത്രരൂപേണയോ അല്ലെങ്കിൽ ഭാഷാരൂപേണയോ മനസ്സിലാക്കി തരുന്ന ആ പ്രക്രിയക്കാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. സ്വാഭാവികമായി അറിയാവുന്ന ഒരു കാര്യത്തിന് വെളിപ്പാടിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്കങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം ഇവിടെ വെളിപ്പെടുത്തി തരികയാണ്. മലയാളത്തിൽ നിന്നുള്ള കാര്യം മറ നീക്കി പ്രദർശിപ്പിക്കുക. ഇപ്പൊ ഒരു കെട്ടിടം മറ്റു ഉദ്ഘാടനം ചെയ്ത സമയത്ത് അതിന്റെ ഒരു മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ശിലയുണ്ടാവും, കുറെ കാര്യങ്ങളൊക്കെ എഴുതി. അതൊരു സ്ക്രീനിട്ട് മറച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്തംഭം അനാച്ഛാദനം ചെയ്യുന്ന സമയത്ത് നോർമലി ഇറ്റ് ഈസ് കവർഡ് വിത്ത് എ കർട്ടൻ. ആ കർട്ടൻ നീക്കിയിട്ട് അതിന്റെ പുറകിൽ എന്താണ് എന്ന് കാണിക്കുന്ന ആ പ്രക്രിയക്ക് പറയുന്നതാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. ഇവിടെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് അവിടെ നോക്കിയാൽ അവിടെ ഭാഷ അല്ലെങ്കിൽ അവരുടെ വ്യാകരണം പറയുന്ന ഒരർത്ഥമുണ്ട്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് പറയുകയാണ്, വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ദൈവം യേശുക്രിസ്തുവിന് കൊടുത്തു.
യേശുക്രിസ്തുവിന് ഭാഗ്യമായിട്ട് കൊടുത്തു. യേശുക്രിസ്തുവിന്റെ കസ്റ്റഡിയിലാണ്. അടുത്ത വാക്യം, അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പൊ യേശുക്രിസ്തുവിന്റെ കയ്യിൽ കിട്ടിയ ഈ വെളിപ്പാട് അവിടുത്തെ ദൂതനെ വിളിച്ച് യോഹന്നാൻ കൊടുത്തു. യോഹന്നാൻ എന്തിനു കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുണ്ട്? തന്റെ ദാസന്മാരെ കാണിക്കേണ്ടത്. അപ്പൊ യോഹന്നാൻ തന്റെ കയ്യിൽ കിട്ടിയത് ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. അപ്പൊ according to the grammar, this is a revelation that is given by God to Jesus Christ. It was in his custody, in his possession. He in turn, through an angel, showed it to John. And John wrote it, reported it, and gave it to the whole church. But according to the grammar, this is in the possession of Jesus Christ. This is in the custody of Jesus Christ. അതാണ് വ്യാകരണം പറയുന്ന അർത്ഥം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. It's a revelation that is given to Jesus Christ and in his possession. പക്ഷെ ഈ പുസ്തകം നോക്കിയാൽ according to the content, that's a different meaning. ഈ പുസ്തകത്തെ കുറിച്ച് പൊതുവെ ഭാവിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. Yes, of course, ആണ്. എങ്കിലും സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടാണ് ഈ പുസ്തകം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് എന്ന് പറയുമ്പോൾ അല്പം ക്ലാരിഫൈ ആണ്. ഇറ്റ്സ് എ റെവലേഷൻ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. യേശു ലോകത്തിൽ വന്നപ്പോൾ it was a public life. It was not private. He was not hiding in any place. മറ്റ് മത നേതാക്കന്മാർ ചെയ്യുന്നത് പോലെ കുറച്ച് സമയത്തെ ഒരു പ്രത്യക്ഷത ആർക്കും കൊടുക്കുന്ന ഒരു രീതിയായിരുന്നില്ല നമ്മുടെ കർത്താവ്. ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ എങ്ങനെയാണ്? ആഴ്ചയിൽ ഇത്ര ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര മണിക്കൂർ, അങ്ങനെയുള്ള ഒരു പ്രത്യക്ഷതകളെ അല്ലെ അവരെ കാണാനുള്ള അവസരമേ ബാക്കിയുള്ളൂ. പക്ഷെ യേശു അവിടുത്തെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയ മുതൽ അവസാനം വരെ it was an open life. It was a public life. Lived with the people. Anybody could go to him. His disciples were with him 24 hours. So it was a life that was very open. Nothing hidden. Even the very ordinary folks, even the beggars, had access to Jesus Christ. അപ്പൊ അങ്ങനെ തുറസായ ജീവിതം ഉണ്ടായിരുന്ന ഒരാൾ യേശു. എല്ലാരും കണ്ടത്, അറിഞ്ഞത്, പിന്നെ വെളിപ്പെടുത്താൻ. Yes, of course. പലരും പറയുന്നു ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അവർക്ക് അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ല എന്ന് പറഞ്ഞാൽ who Jesus was and the people did not know. His real self, the world did not know. അവരുടെ ഭാഷയിൽ ഏറ്റവും കൂടിയത് യേശുക്രിസ്തു ഒരു പ്രവാചകനാണ്. For the public, that's what they believed. അവസാനം യേശു ക്രൂശിക്കപ്പെടുന്നതിന് സ്വല്പം മുമ്പ് ശിഷ്യന്മാരോട് ചോദിച്ചല്ലോ, what do the people say about me? They said you are John the Baptist, or maybe you are Elijah, maybe one of the prophets. That's what they said. എന്നിട്ട് യേശു പത്രോസിനോട് what do you say, or the disciples told him what do you say? പത്രോസ് പറയുന്നു you are the Christ, the Son of the living God. എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ മറുപടി എന്താണ്? ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി. It's a revelation there. Not because he lived with Jesus for these 3.5 years. It was a revelation. ഇന്നും ഇപ്പൊ ഈ വചനം നമുക്ക് എഴുതി തന്നിരിക്കുന്ന വചനം ആർക്കും വായിക്കാം. It's a simple language. It's not hard to read.
പക്ഷേ ഉള്ള സത്യം പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകത്തില്ലല്ലോ. അങ്ങനല്ലേ പലരും പറയുന്നത്. For natural man does not understand the scripture. Simple. Very simple. കുറച്ച് പേര് ബന്ധുസിയായിരിക്കും. Some of you അല്ലാത്തവരായിരിക്കാം. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നേരത്തെ ഈ വചനം കേട്ടപ്പോ we could not accept it. We could not believe it. We could not understand it this way. ഒരു സമയത്ത് ഒരു ദൈവാത്മ പ്രവൃത്തി ഉണ്ടായപ്പോഴാണ് ഇതിന്റെ പൊരുൾ നമുക്ക് കിട്ടിയത്. ഇന്നും who in the world know all the scripture, every meaning of the scripture? Nobody knows. There are thousands and thousands of preachers preach the same word. പക്ഷെ പ്രസംഗിച്ചു വരുമ്പോ കണ്ടില്ലേ, different shades of meaning, different messages from the same scriptures. ഒരു കാലത്ത് ഞാൻ പ്രസംഗിച്ചത് തന്നെ, after some time there are more insights into it which I did not know before. Doesn't mean that I know everything now. I have a little more insight, that's all. ഇത് മുഴുവൻ വെളിപ്പാടിന്റെ ഒരു കാര്യമാണ്. പ്ലസ് യേശുവിന്റെ അസലത്വം, the real personality of Christ, nobody has seen. യേശു ഭൂമിയിൽ ജീവിച്ച കാലത്ത് മുഴുവൻ he lived just as a man. ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, പക്ഷെ എത്ര തുറന്നു കിട്ടിയില്ല. All the works that Jesus did, can any human being do such things? Absolutely not. Nobody can do it. Just by things that he was doing, people could believe, could understand that he was superhuman. പക്ഷെ അവരൊന്നും പറ്റിയില്ല. Now, യേശു നമുക്കറിയാം, പറഞ്ഞു കേട്ടിട്ടുണ്ട്, വചനത്തിൽ വായിച്ചിട്ടുണ്ട്, he was God. He made everything. സർവത്തെയും ഉണ്ടാക്കിയ ദൈവം. അവിടുത്തെ മഹിമ ആര് കണ്ടിട്ടുണ്ട്? ഒരിക്കൽ ദൈവം മോശയോട് പറഞ്ഞു, മോശയ്ക്ക് ഭയങ്കര ആഗ്രഹം കയറി, ദൈവത്തിന്റെ മുഖം ഒന്ന് കാണണം. ദൈവം പറഞ്ഞു, എന്റെ മുഖം കണ്ടാൽ ദൈവം ജീവനോടില്ല. അത്രയ്ക്ക് പ്രഭാവമാണ് ദൈവത്തിന്റെ പ്രഭാവം. യേശു ആ വെളിച്ചത്തിൽ ജീവിച്ചവനാണ്. അവിടെ നിന്നാണ് ജഡമെടുത്ത ഭൂമിയിൽ വന്നത്. വാസ്തവത്തിൽ പറഞ്ഞാൽ നമുക്ക് പലർക്കും ഉണ്ടായിരുന്ന വലിയ യേശു so simple, a man, so ordinary, a man. ആളുകൾ പറഞ്ഞത് അച്ഛന്റെ മകനല്ലേ എന്നല്ലേ പറഞ്ഞത്, യോസഫിന്റെ മകനല്ലേ എന്നാണ് പബ്ലിക് പറഞ്ഞത്. They could not understand who Jesus was. See, യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ സമയം തന്നെ നോക്കും. Even when Jesus was resurrected from the dead, and Mary, when she saw Jesus, she did not recognize that it was Jesus, and they could not believe it. യേശു സ്വർഗത്തിലേക്ക് പോകുമ്പോഴും അവിടെ വലിയ പ്രഭാവത്തിലും വെളിച്ചത്തിലും ആയില്ല. ശിഷ്യന്മാരോട് നിൽക്കുന്ന സമയത്താണ് അവിടെ നൽകപ്പെടുന്നത്. പക്ഷെ സ്വർഗത്തിൽ പോയി കഴിഞ്ഞിട്ട് വലിയ വ്യത്യാസമുണ്ടായി. Ephesians chapter 1 verse 20 to 22. എഫേസ്യരിലേക്ക് 1:20 വായിച്ചാൽ, ദൈവം മരിച്ചവൻ നമ്മെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു, അവനെ മരിച്ചവൻ ഉയർപ്പിക്കുകയും, വായിക്കുന്ന സ്വർഗത്തിൽ തന്റെ വലതുഭാഗം എല്ലാ വാഴ്ചയ്ക്കും ശക്തിക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും മീതെ, അത്യന്തം മീതെ ഇരുത്തുകയും, അതല്ലേ അത്യന്തം മീതെ, സുഖം അത്യന്തം മീതെ ഇരുത്തുകയും സകലവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. അവന്റെ സർവത്തിന് മീതെ തലയാക്കി. He was made the head over everything. Everything was put under his feet. ലോകത്തിൽ എന്തെങ്കിലും, you name anything in the world, any big thing that you know,
അതിന്റെ എല്ലാം അത്യന്തം മീതെ യേശുവിനെ കൊണ്ടുപോയി ഇരുത്തി. And everything is brought under his feet. Anything to move in the world, he should release his leg, his feet. Otherwise, nothing can move. അത്ര വരെ ഉയർച്ചയിൽ കൊണ്ടിരുത്തി എങ്കിലും who have seen him? Now, we in the Bible, we in the scripture read things like that. But let's be very honest. ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങൾ വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ നമ്മൾ നടന്നിട്ടില്ലേ? നമ്മൾ വിഷമിച്ചിട്ടില്ലേ? ബലമില്ലാത്തവരായി നമ്മൾ തീർന്നിട്ടില്ലേ? അതേസമയം എല്ലാത്തിന്റെ മീതെയും വാഴുന്നത് അവനാണ് എന്ന് ഈ കണ്ണ് നേരിട്ട് കണ്ടില്ലല്ലോ. യേശു ദൈവത്തിന്റെ അടുത്ത് പോയതിനു ശേഷമുള്ള മഹത്വത്തിൽ അവിടുത്തെ ആൾ കണ്ടില്ല. മരിച്ചിട്ട് ഉയർന്നെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് വലിയ വെളിച്ചത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ല. കണ്ട ചിലരുണ്ട്. അവിടുത്തെ മഹത്വം കണ്ട അപൂർവം ചില ആളുകൾ. യേശുവിന്റെ റിയൽ പേഴ്സണാലിറ്റി കണ്ടവരിൽ ചിലര് മറുപടി on the Mount of Transfiguration. But remember, even the 12 were not taken there. Only 3 out of the 12 were taken to that moment. They have seen it for a little while. പക്ഷെ അത് താങ്ങാൻ പറ്റിയില്ല. They could not contain it. They could not hold it. And in Acts 9, Saul saw him for a moment. Just for a moment. Knocked him down, made him blind. കണ്ണു പൊട്ടി അവിടെ കിടന്നു. ഭയങ്കര സൂര്യന്റെ വെളിച്ചത്തെക്കാൾ കവിയുന്ന ഒരു പ്രഭയിലാണ് അവിടുത്തെ കണ്ടത്. ഭാഷ പറഞ്ഞാൽ ലോകം യേശുവിനെ കണ്ട അവസാനത്തെ കാഴ്ച, ലാസ്റ്റ് ടൈം the world saw Jesus was hanging on the cross, buried in the grave. Not all saw that, but they knew. At least some people saw that, buried in the grave. യേശു ക്രിസ്തു ഉയർത്തുന്നതിന് ശേഷം യേശു പട്ടണത്തിൽ പോയ ആർക്കെങ്കിലും നാട്ടുകാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത പീലാത്തോസിലേക്ക് ചെന്ന് പറ്റേ പീലാത്തോസ് നീ നോക്ക്, നീ നിയമവിരുദ്ധമായി ന്യായവിരുദ്ധമായി എന്നെ കൊന്നു, ഞാൻ ഉയർത്തിരിക്കുന്നു എന്ന് പറയാൻ യേശു പോയോ? To the high priest who was responsible for killing Jesus. It was his desire, his decision. But ആ മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്തോട്ട് ചെന്ന്, ഹേയ് മഹാപുരോഹിത, പുസ്തകം അറിയാമെന്ന് പറഞ്ഞ നീ ഈ വചനവിരുദ്ധമായി നീ എന്നെ കൊന്നു, ഞാൻ ഉയർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ കൊന്ന രക്ഷിക്കണില്ലേ? ആ യെരൂശലേം പട്ടണത്തിന് മുകളിൽ ഒന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട്, ഹേയ് യെരൂശലേം നിവാസികളെ നോക്കൂ, I am risen എന്ന് യേശു പറഞ്ഞിരുന്നെങ്കിൽ, could you imagine the impact of it? But he didn't do that. He didn't do that. യേശുവിന്റെ സ്നാന സമയത്ത് there was a voice from heaven at the time of his baptism. And God said, this is my beloved son. Even on the Mount of Transfiguration, there was that sound, repeat, voice repeated. But not many heard it. Not many on the mountain. യേശു മരിച്ച സമയത്ത് സ്വർഗ്ഗം പറഞ്ഞോ, അവിടെ നിലവിളിച്ചല്ലോ, എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്തെന്ന്. There was no voice from heaven. God didn't say it. Of course, the angels came when Jesus rose from the dead and sent the message, not to the public, but to his own disciples, and not given to the public. ഇതുവരെ ദൈവം ആ കാര്യം പൊതുജനങ്ങൾക്ക്
പരസ്യമായി പറഞ്ഞില്ല. അവിടുന്ന് ആരാണെന്ന് ഇതുവരെ ലോകം കണ്ടിട്ടില്ല. പറയുന്നത് അവന്റെ ശിഷ്യന്മാർ പറഞ്ഞു, വിശ്വസിച്ച നമ്മൾ കുറെ പേര് പറയുന്നു, എന്നല്ലാതെ ലോകം ഇത് കണ്ടിട്ടില്ല. Consider Peter, who has seen him in his glory. മറുപടിയല്ലേ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. കണ്ടതും കേട്ടതുമാണ് എന്നല്ല. വാസ്തവത്തിൽ എന്തായിരുന്നു മറുപടിയിലെ സംഭാഷണം? ഓർമ്മയുണ്ടോ? What was the discussion that was going on the Mount of Transfiguration? Those two people came. അല്ലെ, മോശയും ഏലിയാവോട് വന്നില്ലേ? അവർ യേശുവുമായിട്ട് എന്താ ചർച്ച ചെയ്തത്? തിരുവെട്ടിരിക്കുന്നത് എന്താണ്? യെരൂശലേമിൽ അനുഭവിക്കാനുള്ള മരണത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. That means they have heard the discussion on the mountain that he is going to die, but at the same time he was the Son of God. പക്ഷെ ആക്ച്വൽ സമയം വന്നപ്പോഴോ, യേശുവിനെ പടയാളികൾ പിടിച്ചപ്പോഴോ, വിസ്തരിച്ച് തുടങ്ങിയപ്പോഴോ, could Peter hold on and say, I know him, he is the Son of God, I witness to that എന്ന് പറയാൻ പത്രോസ് കഴിഞ്ഞോ? അത് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ലല്ലോ, he denied Christ. എന്ന് മാത്രമല്ല, നമ്മൾ വായിക്കുന്നത്, മൂന്നാം പ്രാവശ്യം വായിക്കുന്നത്, അവൻ പ്രാകാൻ തുടങ്ങിയത്. മൂന്നര വർഷം യേശുവിന്റെ കൂടെ നടന്നിട്ടും, ഈവൻ വെളിപ്പാട് ദൈവം കൊടുത്തു എന്ന് പറഞ്ഞിട്ടും, ആ മഹത്വത്തിന്റെ കാഴ്ച കണ്ടിട്ടും, ആ താഴ്ചയുടെ ഘട്ടം വന്നപ്പോ he could not hold on to his faith. അവൻ പറയപ്പോയി, അവൻ പേടിച്ചു പോയി. മനഃപൂർവ്വമല്ല, പേടി നിരുത്തം. He really didn't want to say that. അവൻ ആദ്യം പറഞ്ഞതുപോലെ യേശുവിന്റെ കൂടെ തന്നെ മരിക്കാനായിരുന്നു അവന്റെ ആഗ്രഹം. പക്ഷേ ജീവനെ പേടിയല്ലേ. So he made a mistake. He made a mistake. ദൈവം പറഞ്ഞു, ഇവനെ സേവിക്കുന്നവൻ ഇങ്ങനെ പേടിച്ച് ജീവിച്ചപ്പോഴാണ്. ദൈവം അവനെ ഉയർച്ച കൊണ്ടുപോയെന്ന് കാണിച്ച്, എല്ലാവരും കാണത്തക്കോണം അവനെ കാണിച്ചിട്ട്, യേശുവിനെ പിൻപറ്റുന്നവൻ തന്റെ ഇടത്തോടെ പിൻപറ്റണം. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും പതറാതെ അവനെ പിൻപറ്റണം. അതിന് അവന്റെ സകല മഹത്വത്തിലും അവിടുത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകം. The purpose of this book is to reveal the person of Jesus Christ in his authority, in his power, in his glory. ഈ പുസ്തകത്തിൽ അവിടുത്തെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് in the first chapters അവനെ നമ്മൾ കാണുന്നത് സകലത്തിന്റെയും വീണ്ടെടുപ്പുകാരനായിട്ടാണ്. അധ്യായം 5-ാം അധ്യായത്തിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, 8-ാം വാക്യം 9-ാം വാക്യം, കുഞ്ഞാടെ നീ ആക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവർ ദൈവത്തിനായി you have redeemed us. All of us. അതും യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ വേഷം കാണിച്ചിട്ടാണ് പറയുന്നത്. You are worthy. You are worthy. You slain lamb, you are worthy. And you redeemed us. And from chapter 6 to 20, let's look here. ന്യായം വിധിക്കുന്നതായി, he's seeing him as the judge of the whole world. സകലത്തെയും ന്യായം വിധിക്കുന്ന ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കേണ്ടതാണ്, എല്ലാവരും ഭയപ്പെടേണ്ടതാണ്, എല്ലാവരും വണങ്ങണം. It's his authority, exclusively his right, and no one else to share. And
chapter 19 verse 16 അവിടുത്തെ കാണുന്നത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവിടുത്തെ ഒരു പേര് എഴുതിയിരിക്കുന്നു. There is a name written on him. എന്താണ് പേര്? രാജാവ് രാജാവ്, കർത്താവി കർത്താവ്, Lord of all lords, King over all kings. മുഴുവൻ ലോകത്തിന്റെയും പരമരാജാവാണ് യേശു എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, കണ്ടിരുന്നെങ്കിൽ അവിടുത്തെ ഒരു ബന്ധം തോന്നില്ലായിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പിൽ ആളുകൾ വരില്ലായിരുന്നോ? അവിടെ നിന്നാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഇറ്റേണൽ ആയിട്ട് വാഴാൻ പോകുന്ന ആൾ എന്ന് ജനം അറിഞ്ഞിരുന്നെങ്കിൽ definitely the world would have served him. അപ്പൊ ഇവിടെ ദൈവം പറയുന്നത് ദൈവത്തിന്റെ ആളുകൾ അറിയണം who Christ is. What is his power? What is his authority? What is his glory? His real person. His people, his servants must know it. അതിനു വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ് ഈ പുസ്തകം. വാസ്തവത്തിൽ ഈ പുസ്തകം പഠിക്കുമ്പോൾ കാണേണ്ടത് യേശുക്രിസ്തുവിനെയാണ്. അന്ത്യകാല കാര്യങ്ങൾ കാണുന്നതിനേക്കാൾ about everything, glorious visions and revelations of Christ are given in this book. യേശുക്രിസ്തുവിന്റെ വെളിപാട്. പാട്ടിന് മാത്രമോ ഈ പുസ്തകമെല്ലാം പഠിക്കാൻ ഉള്ള സമയത്തിലല്ല, അത് നമുക്ക് നേരമില്ല. നമ്മള് കുറച്ച് ദിവസം മുമ്പ് ചില കാര്യങ്ങൾ നോക്കുന്നു. എന്നാലും ഈ പുസ്തകം മനസ്സിലാക്കുന്നതിന് വേണ്ട അത്യാവശ്യമായ ചില വിവരങ്ങൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് പറയുക. This is basically an introduction to the whole lessons. അടുത്തായിട്ട് നമ്മൾ വായിക്കുന്നത് എന്താണ്? വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. God showed to him this revelation. What's the purpose? To show to his servants things which must come to pass shortly. വേഗത്തിൽ സംഭവിക്കാനുള്ളത്. ഇംഗ്ലീഷിലെ പ്രയോഗമായിട്ടുള്ളത് things which must come to pass shortly. ഈ പുസ്തകം ഒത്തിരി ആളുകൾ പഠിക്കുന്ന പുസ്തകമാണ്. പഠിക്കാതെ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ബാക്കി പുസ്തകം വായിക്കുന്നത് പോലെ വായിച്ചാൽ മനസ്സിലാക്കില്ല. മിക്ക ഭാഗങ്ങളും, ചില ഭാഗങ്ങൾ മനസ്സിലാവും, പക്ഷെ ബാക്കി പല ഭാഗങ്ങളും മനസ്സിലാക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വായിക്കാനൊരു പാടാണ്. പിന്നെ ചില കാര്യങ്ങളൊക്കെ വായിച്ചാൽ പേടി തോന്നും. വല്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടില്ല. അപ്പൊ ആ പേടിയിലേക്ക് പോകാൻ ആളുകൾക്ക് തയ്യാറില്ല. They don't want to be scared by reading this book. പിന്നെ മറ്റൊരു കാര്യം, ഈ പുസ്തകം അവർ മനസ്സിലാക്കരുതെന്ന് വിശാലിന് വളരെ നിർബന്ധമുണ്ട്. അതിനെന്റെ കാരണമാണ് പിന്നെ പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുസ്തകം അവർ മനസ്സിലാക്കാതിരിക്കാൻ, പഠിക്കാതിരിക്കാൻ എല്ലാ പണിയും ചെയ്യും. നമ്മൾ ഈ take these traditional denominational episcopal churches and their whole liturgy and all that. പുസ്തകത്തിന്റെ വായനാ ഭാഗം അവിടെ ഉണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ ഏത് ഭാഗമാണ് വായനാ ഭാഗമായിട്ടുള്ളത്? തമ്മിലില്ല. ഈ വേദപുസ്തകത്തിലെ ഈ പുസ്തകം ദൈവവചനമാണെന്ന് അംഗീകരിക്കാൻ ഒത്തിരി ക്രിസ്ത്യാനികൾ തയ്യാറില്ല. ബാക്കിയെല്ലാം ദൈവവചനമായിട്ട് അംഗീകരിക്കും, പക്ഷെ ഇത് ദൈവവചനമായിട്ട് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പല ആളുകളും ഒരു പക്ഷ പരസ്യമായിട്ട് എല്ലാവരും പറയുന്നില്ലെങ്കിലും അവരുടെ അടുത്ത് ഇടപെട്ടാൽ നല്ലൊരു ഭാഗം ആളുകളും ഇത് ദൈവത്തിന് അല്ലാതെ തന്നെ പറയും. കാരണം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളുടെ സ്വഭാവം, ഇതിന്റെ പ്രവചനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്.
For example, people have problem with the book of Daniel and the book of Revelation. Book of Daniel എന്നുള്ള അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, how could things be set well in advance with all these minute details and things to happen like that? Who can say like that? അത്ര കൃത്യമായിട്ട് പറഞ്ഞതെല്ലാം കൂടെ നിവർത്തിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റുമോ എന്നാണ് ആളുടെ ചോദ്യം. കാരണം അത് എഴുതിയിരിക്കുന്ന മൈന്യൂട്ട് ഡീറ്റെയിലിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അവർ പറയുന്നത് സംഭവിച്ച ശേഷം ആരും ഇത് എഴുതി വെച്ചത്. There cannot be a prophecy with all these minute details എന്നാണ് അവരുടെ വാദം. എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ ദൈവത്തിന് ദൈവമെന്ന് നേരത്തെ കാര്യം പറയാൻ അറിയാത്ത ദൈവം. നമ്മൾ പ്രവചനം വിശ്വസിക്കാൻ കാരണം this is spoken by God, the all-knowing God who designed everything. He knows the end from the beginning. He is eternal, eternal in time. He is omnipresent, not only in the space but in the time. He is omnipresent. ദൈവം കാലത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. He knows everything. അവിടത്തേക്ക് നേരത്തെ കാര്യം പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഈ വേദപണ്ഡിതന്മാർക്ക് ഇതങ്ങോട്ട് വിശ്വസിക്കാനും അംഗീകരിക്കാനും അവരെ കൊണ്ട് പറ്റില്ല. So they don't accept this book as inspired, as canonical. അത് മാത്രമല്ല, ഈ പുസ്തകത്തിന്റെ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇത് ശരിയായി അതിന്റെ തത്വത്തിൽ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. പുള്ളിപ്പാട് ഒരുപാട് പേര് പറയുന്നുണ്ട്. Many people interpret this book. But what is the philosophy of the interpretation? That matters most important. How should we interpret this book? ഒത്തിരി ആളുകളും ഇത് ഒരു അലഗോറി ആയിട്ടാണ് കണക്കാക്കുന്നത്, ഒരു അനാലജി ആയിട്ടാണ്, സാദൃശ്യമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ബാക്കി പുസ്തകങ്ങളിൽ ഇല്ലാത്ത സാദൃശ്യ ഭാഷകൾ ഒരുപാട് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. So take all of the books of the Bible, except some of the Old Testament prophecy. Rest of them, plain languages ആണ് കൂടുതൽ. പക്ഷെ ഇതിനകത്ത് plain language അല്ല. ആ ഭാഷ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഒത്തിരി പേരും ഇതിനെ ഒരു ആലങ്കാരിക വ്യാഖ്യാനമാണ് കൊടുക്കുന്നത്. They interpret it allegorically. They don't think these are literal things. These are symbolic to convey some spiritual truth. Symbolically things are presented എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും വിശ്വാസം. അവർ പഠിപ്പിക്കുന്നത്. Okay, let's go to the text. എന്താണ് വാക്യം പറയുന്നത്? വേഗത്തിൽ സംഭവിപ്പാൻ ഉള്ളത്, things which must come to pass. വേറെ വ്യാഖ്യാനം, വേറെ മുഖവരുടെ ആവശ്യമില്ല. അതാണ് പുസ്തകം തന്നെ പറഞ്ഞിരിക്കുന്നത്. Things which must come to pass. These are things. These are future events. These are going to be realities. അപ്പൊ പുസ്തകത്തിന്റെ തന്നെ ടെക്സ്റ്റ് പറയുന്നത് ഇത് സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. നോക്കോട്ടെ, വേർബുകൾ must, which must come to pass. must എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയാം. അപ്പൊ അങ്ങനെ സംഭവിച്ചേ തീരൂ എന്ന് ദൈവം നിർണയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ നടക്കുന്നത്. അപ്പൊ ഈ ടെക്സ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് ഒരു അക്ഷരീക വ്യാഖ്യാനമാണ്. The text demands a literal interpretation of the book. അപ്പൊ ഇവയെല്ലാം മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങളാണ്. Of course, ഇതിനകത്ത് ഞാൻ പറഞ്ഞ കുറെ അലഗോറിയുണ്ട്.
സാദൃശ്യ ഭാഷ. സാദൃശ്യ ഭാഷയിൽ വ്യാഖ്യാനിക്കേണ്ട ഭാഗവുമുണ്ട്. പക്ഷെ ടെക്സ്റ്റ് വായിച്ചു നോക്കുമ്പോൾ അറിയാം അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അതാത് കോണ്ടെക്സ്റ്റ് നമുക്ക് ബോധ്യമാക്കി തരും. അതിനുള്ള വേണ്ട വിശദീകരണങ്ങളെല്ലാം അവിടെയുണ്ട്, അതാത് ഭാഗത്തുണ്ട്. So there are things that are allegorical, but it can be very well understood from the text itself as you read it. ബാക്കി എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോ സംഭവിച്ചേ തീരൂ എന്ന വസ്തുതകളാണിവ. സംഭവിക്കാനുള്ളത് ഫ്യൂച്ചർ ഇവന്റ്സ്. ഭൂമിയിൽ എല്ലാ മനുഷ്യരും എല്ലാവർക്കും ഭാവി അറിയാൻ ആഗ്രഹമുള്ളവരാണ്. If there is a way to know your future, you will definitely try to get to know that. Anybody. And if you know what is going to happen tomorrow, you can be prepared. And if you don't know what is going to happen tomorrow, you just face it. You're not prepared. For any reason, it is better to know the future. അപകടം ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറാം. നേരത്തെ കാര്യം പറഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു, വണ്ടിക്ക് ആക്സിഡന്റ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പോയിരിക്കാം. And if you know there is a blessing tomorrow, if you know it, you can go, you can get it. And if you don't know it, you won't get it. You won't go, you won't get it. So it is important to know the future. This book explains the future, the destiny of almost everything. Speaks about the destiny of man. മനുഷ്യന്റെ അന്ത്യം എന്താണെന്ന് പറയുന്നു. ഭൂമിയിലുള്ള സഭയുടെ അന്ത്യം എന്തായിരിക്കും? What is the destiny of the church? What is the destiny of the devil? Why all these evil in the world today? Why is the evil prevailing? And what will be the final end of the evil? It's a puzzling question. നാം മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. ഒരുപാട് തിന്മ നടക്കും. നന്മയേക്കാൾ കൂടുതൽ തിന്മ നടക്കും. തിന്മ ചെയ്യുന്നവർ കുഴപ്പമില്ലാതെ പോലെ ജീവിക്കുന്നു. സങ്കീർത്തനക്കാരനെ പോലും ബുദ്ധിമുട്ടിച്ചില്ലേ? അദ്ദേഹം ചോദിച്ചില്ലേ, ഞാനിങ്ങനെ ഭക്തനായിട്ട് ജീവിക്കുന്നു, എനിക്കൊന്നും പ്രശ്നം. മറ്റവൻ കണ്ട അന്യായെല്ലാം ചെയ്ത് ജീവിക്കുന്നു. അവൻ നല്ല തടി ചുരുണ്ട് കണ്ണും എല്ലാം കൂടെ ഇങ്ങനെ മേടിച്ച് അവൻ നടക്കുന്നു. Why is this? It was a puzzling question to the psalmist. അതിനെ പറയുന്നത്, finally he went into the temple. Then the Lord showed him what is his end. അപ്പോഴാണ് പറഞ്ഞത്, സ്തോത്രം, നീ അവരെ വഴിവെടുപ്പിൽ നിർത്തിയിരിക്കുന്നു, പക്ഷെ നീ എന്റെ വലങ്കേക്ക് പിടിച്ചിരിക്കുന്നു. So every man should know the end. This speaks about the end of the world, of the universe, the end of the human government, and everything. End of everything. അതാണ് ഈ പുസ്തകത്തിലുള്ളത്. വാസ്തവത്തിൽ what are we doing? We are giving education to our children. നമുക്കെല്ലാവർക്കും ഒത്തിരി വിദ്യാഭ്യാസം എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ പിള്ളേരുടെ കാര്യം വന്നപ്പോൾ we are very careful to give them the maximum education possible. Why do we do that? Why are we so careful about educating our children? For a better living. That's our purpose. For a better living for our children. പക്ഷെ അത് ഇവിടുത്തെ ഭൂമിയിലെ കുറച്ചു കാലത്തെ ബെറ്റർ ലിവിംഗ് അല്ലേ ഉള്ളൂ. അതിന്റെ എത്ര കാലം വരും? ഇവിടെ പോലെ 65-75 വയസ്സ് വരെ ജോലി ചെയ്യാം. അത്രയും കാലത്തെ ജീവിതത്തിന് വേണ്ടിയല്ലേ ഈ കാശെല്ലാം മുടക്കി എന്ത് കെയർഫുൾ ആയിട്ട് നമ്മൾ ഇവരെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്.
എത്രയും മെച്ചമാകും അത്രയും മെച്ചമാകും. ഏത് ഇന്ത്യക്കാരുടെ ഏത് മലയാളിയാണ് ഇവിടെ വന്നിട്ട് ഉള്ളതുപോലെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരൊറ്റ മലയാളി ഇവിടെ കാണുമോ? കേരള ആരെങ്കിലും അപൂർവമെവിടെയല്ലോ മലയാളം. ബാക്കി എല്ലാവരും മെച്ചമായ ജീവിതത്തിന് വേണ്ടി ശ്രമിച്ചവരല്ലേ, ഭാവി നോക്കി ജീവിച്ചവരല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ജീവിതമാകെ 70, 80, 90, ചിലർക്ക് 100 ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. അപ്പുറം ഒരു കാലം ഉണ്ടെന്ന് അറിയാൻ മേലാത്ത മനുഷ്യരായിരുന്നില്ലല്ലോ. Every human being knows that there is a life to come. There is nobody in the world who doesn't know there is a life to come. They know. Man knows he is eternal. ആ നിത്യത നോക്കി അതിനു വേണ്ടി ജീവിക്കേണ്ടതാണ് മനുഷ്യന്റെ ഉത്തരവാദിത്വം. Human responsibility is to live in the light of eternity, in the light of the final destiny, not in the light of the present. We should live in the light of the coming world. അത് കണ്ടല്ലേ ഉള്ളൂ, അത് അറിഞ്ഞെങ്കിലല്ലേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ മനുഷ്യനും ശരിയായി തിരിച്ചറിയത്തക്കവണ്ണം this book is a very orderly, very systematic book presenting the future in a very systematic way. ബാക്കി പുസ്തകങ്ങൾ എടുത്താൽ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ എല്ലാം അവിടെ കാണുക. ഈ ഒറ്റ പുസ്തകത്തിൽ തന്നെ വേറെ എങ്ങോട്ടും പോകാൻ ആവശ്യമില്ലാതെ വണ്ണം നിന്നുകൊണ്ട് ഭാവിയെ കുറിച്ച് പറയത്തക്കവണ്ണം വിവരങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി. It is systematically arranged that a man, if he puts his heart into studying this book, he can be very clear about the future, about the destiny, about the future. And if he really finds what is the future, then he can get ready for that. അതുകൊണ്ട് verse 3 വേറെ ഒരു ബൈബിൾ പുസ്തകത്തിൽ കാണാത്തൊരു വാക്യമാണ്. മൊത്തം വേദപുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് പൊതുവെ ആളുകൾ ചിന്തിച്ചേക്കാം. It could be, but specifically it's about this book. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. A special blessing assigned for studying this book. വായിച്ച് കേൾപ്പിക്കുന്നവനും ഭാഗ്യമുള്ളവരാണ്, കേൾക്കുന്നതും ഭാഗ്യമാണ്, അനുസരിക്കുന്നതും ഭാഗ്യമാണ്. ഒന്നുകൂടെ പറയാം. Such important is this book. Moreover, 22ാം അധ്യായത്തിൽ അതിന്റെ 10ാമത്തെ വാക്യം പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കുകയാണെങ്കിൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടും. Chapter 22 and verse 10. ഈ പ്രവചനത്തിലെ ഈ പുസ്തകത്തിലെ വചനം മുദ്രയിടരുത്. You know what it means? But this could be explained in the light of Daniel 12, verse 4, verse 9. ഈ പ്രവചനം, വലിയ പ്രവചനങ്ങൾ എല്ലാം ദൈവം പറഞ്ഞു കേൾക്കാൻ ആളുകൾ മനസ്സിലാക്കുക, അവർക്ക് മനസ്സിലാക്കുക. Even to the one who received the vision, they won't really understand the meaning of the vision. അപ്പൊ അങ്ങനെ വരുമ്പോഴേ അത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ചില സമയത്ത് ദൂതന്മാരെ പറഞ്ഞിട്ടുണ്ട്. In the book of Daniel, you find Gabriel assigned to interpret visions to Daniel. So Daniel ഇങ്ങനെ കാണുന്നു, എഴുതുന്നു. അപ്പൊ ദാനിയേൽ ചിലപ്പോൾ ചുമട് ചോദിക്കും, ഇതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ദൂതൻ പറഞ്ഞു കൊടുക്കും, ഇതിന്റെ അർത്ഥം എന്താണ്? ഫൈനലി ഒരു കാര്യം ചോദിച്ചാൽ പറയാണ്, പുസ്തകം ചോദിച്ചു ഇതിപ്പോ പറഞ്ഞില്ല. Close your book. Seal the book. This is for
end time. Not to be explained to you now. Close your book now. Seal it. When the end comes, people will search it. അന്ത്യകാലം വരെ പുസ്തകം അടച്ച് മുദ്രയിടാൻ ഡാനിയലിനോട് പറഞ്ഞു. ഇവിടെ പറയുകയാണ് ഈ പുസ്തകം മുദ്രയിടരുത്. Which means this must be kept open. ഒന്നാം അധ്യായത്തിന് 3-ാം വാക്യം പറയുന്നത് പോലെ ഇത് വായിച്ച് കേൾക്കണം, ഇതെല്ലാരും കേൾക്കണം, ഇതെല്ലാരും പാലിക്കണം. അവന്റെ സകല ജനം ഇതറിയണം, തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്. See, God has been very special about this book, but people don't understand it. Because of the importance of the subject matter in it, God wanted every believer to learn this book, to understand it thoroughly. കാരണം വരാനുള്ള ലോകത്തിന് വേണ്ടി ഒരുങ്ങേണ്ടവരാണ് നമ്മൾ. ആ രാജ്യത്ത് നമ്മൾ നിക്ഷേപങ്ങൾ ഉണ്ടാക്കേണ്ടവരാണ്. അത് ആ ഭാവി കണ്ടെങ്കിലേ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. In the light of the present living, you cannot prepare for the future. Only when you see the future, only when you understand the future, then only you can condition your present so as to get gains in the world to come. Amen. But വാസ്തവത്തിൽ നല്ല പോലെ പഠിക്കേണ്ട ഒരു പുസ്തകം. But the problem is, വായിച്ചു നോക്കിയാൽ നല്ലൊരു ഭാവം മനസ്സിലാക്കില്ല. So it needs an interpreter giving you the right interpretation. ഒന്നുകൂടെ പറഞ്ഞ ഇന്റർപ്രിറ്റേഷന്റെ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞ ഈ പുസ്തകം ഡിമാൻഡ് ചെയ്യുന്ന സിസ്റ്റം ഇസ് എ ലിറ്ററൽ ഇന്റർപ്രിറ്റേഷൻ. അക്ഷരാർത്ഥത്തിൽ ഈ പുസ്തകം വ്യാഖ്യാനിക്കണമെന്ന് ഈ പുസ്തകം ആവശ്യപ്പെടുന്നു. അപ്പൊ അങ്ങനെ സകല ജനവും അറിയേണ്ട അത്യാവശ്യത്തിലുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ആക്ച്വലി അതിന്റെ അവസരം ഉണ്ടാകുമ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. We may not always get opportunities to study this book. I'm not giving you some lectures. I'm trying to do a little bit of teaching. All right. God is very careful in giving this book. ദൈവം അത് അവനെ ആർക്കും ദൈവം ആർക്കൊടുത്തു? യേശുവിന് കൊടുത്തു. യേശു ക്രിസ്തു തന്റെ ദൂതന് കൊടുത്തു. ദൂതൻ അപ്പോസ്തലന് കൊടുത്തു. അപ്പോസ്തലൻ നമുക്ക് തന്നു. അപ്പൊ ഈ പുസ്തകം നമ്മുടെ എനിക്ക് വരാൻ എന്തുമാത്രം ആളുകൾ ഉപയോഗിച്ചു. ദൈവം യേശുവിന് കൊടുത്തു, യേശു ദൂതന്റെ കൈ കൊടുത്തു, ദൂതൻ അപ്പോസ്തലന് കൊടുത്തു, അപ്പോസ്തലനാണ് നമുക്ക് തന്നത്. Think about the rest of the books of the Bible. 10 കൽപ്പന ദൈവം നേരിട്ട് തരലുണ്ട് അല്ലെ? പഴയ നിയമം കൊടുത്ത എങ്ങനെയാണ്? എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധങ്ങളായിട്ടും അരുളിച്ചു. 2-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കും. ഓരോരോ ലംഘനത്തിനും അന്വേഷണക്കേടിന് ന്യായമായ പ്രതിഫലം പ്രാപിക്കുകയും ചെയ്തു. പഴയ നിയമത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം കാരണം മധ്യസ്ഥതയെ ഉപയോഗിച്ചു. അപ്പൊ ദൈവം യേശുവിന് കൊടുത്തു, യേശു ദൂതന്റെ കൈ കൊടുത്തു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു പഴയ നിയമം പറഞ്ഞാൽ ഓഫ് കോഴ്സ് ദൈവം കൊടുത്തു, ദൂതന്മാരെ ഉപയോഗിച്ചു. അതാണ് എബ്രായത്തിന്റെ വാക്യം പറഞ്ഞത്. പുതിയ നിയമത്തിൽ സുവിശേഷം മൊത്തമായി യേശുവിൽ നേരിട്ട് വായിക്കുന്ന വാർത്തല്ലേ അവിടെ നല്ല എഴുതിയത്. But the words of the gospel are his words, his actions. The gospel writers just reported it, recorded it. It's not their words.
കാര്യങ്ങൾ എഴുതണം എന്ന് പറഞ്ഞു. ഒന്ന് നീ കണ്ടത്, മറ്റത് ഇപ്പോൾ ഉള്ളത്, മൂന്ന് ഇനി സംഭവിക്കാനുള്ളത് എന്ന് പറഞ്ഞത് മാത്രമല്ല, the division of the book is given by God himself. വേദശാസ്ത്രം ബൈബിൾ ഒക്കെ പഠിക്കാൻ പോയാൽ each Bible book is divided into different topics under different heads. Those divisions are made by the Bible teachers. It's not from the Bible. They divide it according to their understanding. That's how the different headings come. They divide the subjects. But ഇവിടെ വന്നപ്പോൾ it is not left to any Bible teacher. It is not left to any Bible interpreter. Even it was not left to the writer. God said, write these things. പറഞ്ഞത് മാത്രമല്ല, എവിടെ ഓരോ ഡിവിഷനും തുടങ്ങുന്നു അത് പറഞ്ഞിരിക്കും. Let's go back to that verse. അവിടെ പറഞ്ഞിരിക്കും നീ കണ്ടത്. കണ്ടത് എന്ന് പറയുമ്പോൾ what he has seen is in the past. He has already seen. What has he seen? 1:10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ 17 വരെ അവരുടെ ദർശനം കണ്ടു. കണ്ടത് മനുഷ്യപുത്രനെയാണ്. ആ term യോഹന്നാൻ വളരെ പരിചയമുള്ള ടേമാണ്. The term son of man, very familiar to John. You know, as Jesus was living, that's a name he used to speak about himself. വേറെ യേശുവിനെ അങ്ങനെ വിളിച്ചിട്ടില്ല. യേശു എപ്പോഴും അങ്ങോട്ട് പറഞ്ഞാൽ മനുഷ്യപുത്രനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നു. മനുഷ്യപുത്രൻ തലചായ്പാൻ ഇടയില്ല. It's a name that he referred to himself. He knew the Son of Man. He lived with the Son of Man. He was very close with that Son of Man. More than any other disciple, he was very close. And he even leaned to his chest one time. പക്ഷെ ഇപ്പൊ കണ്ടപ്പോ totally different person. Totally different. പണ്ട് നെഞ്ചോടി ചാരിയിരുന്നെങ്കിൽ ഇപ്പൊ കണ്ട മാത്രയിൽ മരിച്ചവനെ പോലെ താഴുന്നു. ശ്വാസമില്ല, നാടിയിടിപ്പില്ല. He fell on the floor as he dead. Son of Man in his glory. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് ദൈവം സ്വർഗത്തിൽ യേശുവിനെ എങ്ങനെ ഇരുത്തിയിരിക്കുന്നു ആ വേഷത്തിൽ യോഹന്നാൻ കാണിച്ചു കൊടുത്തു. He didn't see that before. Of course, മലർവ മലയിൽ കണ്ടു, not in this degree, not in this detail. But here, in his detailed form, he was revealed to John the Baptist, and I say the response was, he fell on the floor, just as a dead person. അതെല്ലാം അപ്പൊ അത് കണ്ടതാണ്. അത് വിശദീകരിച്ച് കഴിഞ്ഞു. അതാണ് 1 അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. That's first part of the book. Book is divided into 3 by God himself. First part is chapter 1, which is the vision of the glorified Son of Man. Now the second part is things that are. അത് നമ്മൾ പറയാൻ സൗകര്യം കിട്ടാൻ വേണ്ടി let us go back, go to chapter 4 and verse 1. 4 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നു, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു എന്ന് കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. I'll show you things that will happen hereafter. So that means from chapter 4 onwards, these are things that will happen in the future. So chapter 4 through 22, things which will happen in the future. So chapter 1 is what you have seen. Chapter 4 to 22, things in the future. 1, the past. 1, the future that is coming.
ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇടയ്ക്കുള്ളതല്ലേ പ്രസന്റ്? ഭൂതകാലത്തിനും ഭാവി കാലത്തിനും ഇടയ്ക്കുള്ളതല്ലേ വർത്തമാനകാലം? So the two chapters that are left, chapters 2 and 3, that is things which are എന്നുള്ള കാര്യം. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ സഭയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അന്നുള്ള സഭയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും എന്നും ആ ദൂത് പ്രസംഗിച്ചു. ഈ 7 സഭയെ കുറിച്ച് ദൂത് പ്രസംഗിച്ചാൽ പള്ളിയിലെ ഒരൊറ്റ ഒരാളെ പോലും അത് വിടുകയാണ്. മുഴുവൻ പേരെ വിളിച്ചിരിക്കും. ഏത് കാലത്തെ പള്ളിയിലായാലും ഏത് ദേശത്തെ പള്ളിയിലായാലും. അപ്പൊ സഭയെക്കുറിച്ചുള്ള കേവലം ആ സഭയെ കുറിച്ചല്ല, ആക്ച്വലി ലോകത്തിൽ സഭ എത്രയും കാലത്തുണ്ടോ ഏതെല്ലാം കാലത്തുണ്ടോ ആ സഭയിലെ മൊത്തം കാര്യങ്ങളുടെ ചുരുക്കമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ it talks about the church from the day of Pentecost till the day of the rapture. The church, its condition, its experiences, messages for the church, how they should get back. ഇത് മുഴുവൻ എഴുതിയിരിക്കുന്നതാണ് ആ 2 അധ്യായങ്ങൾ. അപ്പോൾ ആരും വ്യാഖ്യാതാവ് കയറി ഈ പുസ്തകത്തിന്റെ ആ ക്രമം തെറ്റിച്ചു പോയാൽ വ്യാഖ്യാനം എല്ലാം തെറ്റും. അതായത് ഈ ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യം ഇപ്പോഴത്തായിട്ട് വ്യാഖ്യാനിച്ചു പോയാൽ എത്രയൊന്നുമില്ല, കാര്യം തീർന്നില്ലേ? അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ God was very particular about even in dividing this book. അവിടെ കൃത്യമായി പറഞ്ഞ് ഇന്ന ഭാഗം ഇന്നടത്ത് തുടങ്ങുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ആമേൻ. സോ ഈ പുസ്തകം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ 3 കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, തിരസ്കരിക്കപ്പെട്ട യേശു സഭയ്ക്കകത്ത് വന്നിരിക്കുന്നു ചിത്രമാണ്. പക്ഷെ ആ സ്വർഗത്തിലേക്ക് പോയ ക്രിസ്തു ഇന്നിരിക്കുന്ന നിലയിലാണ് അതവിടെ കാണുന്നത്. പിന്നെ സഭയുടെ കാര്യം ഒരു വാക്കുകൂടെ ഞാൻ വേഗം പറഞ്ഞാൽ, യേശു സഭ സ്ഥാപിച്ചു. അവിടുത്തെ രക്തം കൊണ്ട് സഭ സ്ഥാപിച്ചു. പരിശുദ്ധാത്മാവിനെ യേശു സഭ സ്ഥാപിച്ചു. അതെങ്ങനെ ജീവിക്കണമെന്നല്ല യേശു പറഞ്ഞിരുന്നു. എല്ലാ ഉപദേശവും കൊടുത്തിരുന്നു. അപ്പോസ്തലന്മാർ ഫർദർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. യേശു ഇപ്പൊ ചെയ്യുന്ന കാര്യം ഓരോ സഭയിലും നമ്മൾ നോക്കുകയാണ്. പറഞ്ഞ പോലെയാണ് ജീവിക്കുന്നത്. Personally visiting every church to make sure how the church lives. Is it living according to the instructions that are given? Is it following the scripture? Or is it on his own way? പരിശോധിക്കുക മാത്രമല്ല, വന്നിട്ട് കംപ്ലീറ്റ് ഒരു അനാലിസിസ് നടത്തും. Something wrong, ഉടനെ പറയും. Something good, he appreciates it. കുറ്റം പറയാൻ വേണ്ടിയല്ല, എങ്ങനെ തിരുത്തണം എന്ന് പറയും. സോ നമുക്കെവിടെ കുഴപ്പം പറ്റിയെന്ന് തിരുത്താം. തിരുത്തിയാലേ നേരെ പോകാൻ പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് people are not thinking much about God, even Pentecostals, I believe. Not about judgment, not about the coming. ഒത്തിരി പേരുടെ ജീവിതം കണ്ടാൽ ദൈവം ഉണ്ടെന്ന് പല പെന്തക്കോസ്തുകാരും വിശ്വസിക്കുന്നു എന്ന് പോലും സംശയമാണ്. ഒരു ന്യായവിധി ഉണ്ട് എന്നറിയാമോ എന്ന് പലരുടെയും ജീവിതം കണ്ടാൽ തോന്നുന്നില്ല. അറിയാമായിരുന്നെങ്കിൽ അവരെ ജീവിക്കുക. ഒരു സമയത്തൊരു പ്രസംഗം പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ദൈവം അവസാനം പൊതുമാപ്പ് കൊടുക്കാനാണ് സാധ്യത. അല്ലാതെ ഈ വചനം പറയുന്ന പോലെ ജീവിക്കുന്ന തരത്തിൽ ആളുകളെ തൊടുത്തി കൊണ്ടുപോകാൻ പോയാൽ ആരും പോകാറുണ്ടെന്നാണ് പുള്ളിയുടെ ചോദ്യം. അതുകൊണ്ട് അറിയില്ലേ പൊതുമാപ്പം പറഞ്ഞ് മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി മറ്റു പൊതുമാപ്പ് കൊടുത്ത് വിസ ഇല്ലാത്തവരെ തിരിച്ചു കയറ്റിവിടുന്ന സമ്പ്രദായം എടുക്കില്ലേ എന്ന് പറയുന്നവർ എല്ലാവർക്കും ഒരു പൊതുമാപ്പ് കൊടുത്തിട്ട് ഇവരൊന്നും അതിന് വലിയ കാര്യമൊന്നുമില്ല, എല്ലാവരും സ്വർഗത്തിൽ പോയിട്ട് എന്നാ പോകട്ടെ. സ്വർഗത്തിൽ കുറച്ച് പേര് വേണ്ടേ? I asked him,
preach them? Huh? If there is going to be a public pardon for all the people, then why only for the Pentecostals? It cannot be only for the Pentecostals. It should be for the Hindus. It should be for the Muslims. And for everybody. If God is going to do that, why you waste your life like that? You should rather do some of the job and make your living. കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിക്കുക, ആരാണ് ജീവിക്കുന്ന മനുഷ്യരെ കാണുന്നത്? ഞാൻ വേദോസത്തിൽ ഇച്ചിരി വാക്യമാണ് പറഞ്ഞത്. അറിയില്ലേ? എഫെസ്യലേഖനം 5:26-27 വാക്യങ്ങൾ. അവനവരുടെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് ബാക്കി കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും അവർക്ക് വേണ്ടി ലഭിച്ചു. നാം അവന്റെ സന്നിധി വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. പൗലോസിന്റെ ഫിലോസഫി, ശുശ്രൂഷയുടെ ഫിലോസഫി, ഹിസ് പർപ്പസ്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. വെളിപ്പാട് പുസ്തകം അവസാനം കുഞ്ഞാടിന്റെ കല്യാണം ഒന്നുമല്ലോ, അവന്റെ കാന്തയിൽ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഫൈനലി വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാൻ. ഇതൊരു സന്തോഷം സ്വർഗത്തിൽ. ആളുകളുടെ ചോദ്യം, അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? മനുഷ്യൻ എത്രയായാലും തോൽവിയുള്ളവൻ, ഈ തോൽവിയിലൊക്കെ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ ദൈവം ഇങ്ങനെ കർശനം വെച്ചാൽ എങ്ങനെയൊക്കെ കാര്യം നടക്കും എന്നാണ് ആളുകളുടെ ഒരു ചിന്ത. അതുകൊണ്ട് ശ്രദ്ധയില്ലാത്ത അലസമായ ആത്മീയ ജീവിതത്തിൽ ഇന്നത്തെ സമൂഹത്തിന് ഒരു വലിയ വിഭാഗം പോകുമ്പോൾ ദൈവത്തിന് ഈ വചനത്തിലൂടെ പറയാനുള്ളത്, ഓരോ സഭയിലും ചെന്ന് അവരോട് പറഞ്ഞത് തിരുത്തിക്കണം, മനസ്സോണ്ടിക്കണം, അല്ലെങ്കിൽ ഞാൻ വേഗത്തിൽ വരും. ഒരു സഭയുടെ നിലവിളക്ക് എന്ന നിലയിൽ നിന്ന് മാറ്റിക്കളയും. God is very particular about health, very particular about human life, very particular about the church, very, very particular about every single individual in the church. ദൈവത്തിന് വേണ്ടിയത് നമ്മളെ കാണിച്ചാൽ ദൈവത്തിന് അന്തസ്സുമാണ്. ഈവൻ സുവിശേഷത്തിന്റെ കർത്താവ് തന്നെയാണ്, നിങ്ങളെ കണ്ടിട്ട് വേണം ലോകം എന്നെ അറിയാൻ. നിങ്ങൾ എന്റെ സ്നേഹം കണ്ടിട്ട് വേണം ലോകം ദൈവത്തെ അറിയാൻ. അല്ല, ദൈവം നേരിട്ട് ഇറങ്ങുന്നത് റോഡിൽ കൂടെ നടക്കില്ല. ദൈവം നേരിട്ട് ഇറങ്ങുന്നത് രോഗിയെ സൗഖ്യമാക്കത്തില്ല. ദൈവത്തിന്റെ സ്വഭാവം കാണാൻ ഈ നമ്മളിൽ കൂടെ ദൈവത്തിന്റെ സ്വഭാവം കാണാൻ മാർഗമുള്ളൂ. ദാറ്റ് ഈസ് നോട്ട് ദ വേ. ദൈവം ആകാശത്ത് നിന്നുകൊണ്ട് ദൈവം നോക്കി ഞാനിങ്ങനെ ഇരിക്കുന്നു ആരോടും പറയത്തില്ല. It's through our life. Everyday living that people can see God. So, ഭാവി അറിഞ്ഞിട്ട് വേണം കാര്യം ഇവിടെ ജീവിക്കുക. വളരെ കരുതലോടെ നൽകിയ ഒരു പുസ്തകമാണ് ഈ പുസ്തകം. I urge you, try to understand this book. Spend time with this book. ഇതിന്റെ ഇമ്പോർട്ടൻസ് ബഹുഭൂരിപക്ഷം പേര് മനസ്സിലാക്കിയിട്ടില്ല. Most of the people, they don't know the importance of this book. അവസാനത്തെ ഒരു പുസ്തകം മാത്രമേ ആൾക്ക് അറിയുള്ളൂ. It's not so. ഒന്നുകൂടെ പറയും, അതിന്റെ മൊത്തം നമുക്ക് തന്നു തരും. God is very, very careful. ദൈവം അന്നേ പറഞ്ഞാണ്, this must be read to the people. This must be heard and this must be obeyed. Amen. Hallelujah. Let's get ready for the future. Let's get ready. The most important thing of the future, which is the coming of the Lord Jesus Christ. We'll explain it tomorrow. God bless you.